അടുത്തതായി നമുക്ക് എങ്ങനെ ഒരു നമ്മളെ ക്രോമാക്കി ഫിൽറ്റർ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഫിൽറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒബിയസ്ലി ആ ഫിൽറ്റർ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായി നമ്മൾ പതിവ് പോലെ നമ്മളെ അഡ്ജസ്റ്റ് യുവർ സെറ്റിംഗ്, കമ്പോസ് യുവർ സീൻ, ദെൻ റെക്കോർഡ്, ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആ സെറ്റിങ്സ് കൂടുതലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ടൂൾസിൽ ഓട്ടോ കോൺഫിഗറേഷൻ വിസാർഡിൽ നമ്മൾ പതിവ് പോലെ നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതെങ്കിൽ ഒപ്റ്റിമൈസ് ഫോർ റെക്കോർഡിംഗ് എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് അടിച്ചുകൊണ്ട് അവിടെ നമ്മൾ ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ളത് 30 കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് അടിച്ചുകൊണ്ട് സെറ്റിങ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് നമ്മൾ സെറ്റാക്കി. അതിനുശേഷം നമ്മൾ സീൻ കമ്പോസ് ചെയ്യണം. ഇവിടെ സീൻ 1 എന്നുള്ള സീനിലേക്ക് ഞാൻ ഇവിടെ എൻ്റെ വെബ് ക്യാമറയും അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയും ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഗ്രീൻ മാറ്റിലല്ല ഷൂട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ആ ഒരു ഗ്രീൻ മാറ്റ് എന്നുള്ള ആ ഒബ്ജക്റ്റ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ എൻ്റെ സീനിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആദ്യം ഞാൻ എൻ്റെ വീഡിയോ കൊണ്ടുവരികയാണ്, വെബ് ക്യാം ആഡ് ചെയ്തതിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുൾ സ്ക്രീനായി ഞാൻ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ഗ്രീൻ മാറ്റ് ഇല്ല. ഗ്രീൻ മാറ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ക്രോമാക്കി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പുതിയ നല്ല സ്റ്റുഡിയോ സെറ്റിങ്സ് ഒക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വീഡിയോകൾ വളരെ ഗംഭീരമായിട്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഡെമോ പർപ്പസിന് വേണ്ടി ഞാൻ ക്രോമാക്കി ഉപയോഗിക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടത്തേക്ക് ആഡ് ചെയ്യുന്നു. അതിൽ ഞാൻ മീഡിയ സോഴ്സ് എന്നുള്ള സോഴ്സ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. മീഡിയ സോഴ്സിൽ ഇവിടെ ഞാനൊരു വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എന്ന് കൊടുക്കുന്നു, പേര് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ആ ലോക്കൽ ഫയൽ എവിടെയാണ് ആ ഫയൽ ഉള്ളത് ആ ഫയലിൽ നിന്ന് ആ വീഡിയോ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ബ്രൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ലോക്കൽ മെഷീനിൽ എവിടെയാണ് ആ വീഡിയോ ഫയൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഫയൽ, അത് ചെറിയ ഫയലാണ്, കുറച്ച് നേരം മാത്രം പ്ലേ ചെയ്യുന്നൊരു ഫയലാണ്. അപ്പോൾ ആ ഫയൽ റിപ്പീറ്റഡ് ആയിട്ട് പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ലൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് ഇവിടെ ആ ലൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ടിക്ക് ഇടുകയാണ്. ആ ഫയൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ പ്ലേ ബാക്കിൻ്റെ ടൈമിൽ മൊത്തം പ്ലേ ആകുന്ന വിധത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ കൊടുക്കുകയാണ്. അതിന് ശേഷം അപ്പോൾ ഇത് നമ്മുടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. ആ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ആ വീഡിയോ. അപ്പം ഞാനത് മിനിമൈസ് ചെയ്ത് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രോപ്പും ചെയ്യാവുന്നതാണ്. അൾട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് ഈ മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് റീപൊസിഷൻ ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ സോഴ്സിന് എങ്ങനെ ക്രോമാക്കി എഫക്റ്റ് അപ്ലൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ആ സോഴ്സിന് സെലക്ട് ചെയ്തുകൊണ്ട് വീഡിയോ എന്ന് പറഞ്ഞ സോഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഫിൽറ്റേഴ്സ്, ഈ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രോമാക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫിൽറ്റർ എടുക്കുക. അപ്പോൾ ഇവിടെ പ്ലസ് ബട്ടൺ, ഏത് തരം ഫിൽറ്ററാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഈ പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്താൽ ഒരുപാട് വീഡിയോ ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ക്രോമാക്കി എന്നുള്ളത് കാണാവുന്നതാണ്. ക്രോമാക്കി എന്നുള്ളത് കാണാവുന്നതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിൽറ്ററിൻ്റെ പേര് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിവിടെ പേരൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായിട്ട് പോയത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സിമിലാരിറ്റി വേണമെങ്കിൽ നമുക്ക് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൂടുതലായിട്ട് നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല, ജസ്റ്റ് ക്ലോസ് അടിക്കുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ തലയുടെ മേലെ ഒരു
ബട്ടർഫ്ലൈ വന്നിരിക്കുന്നതായിട്ട് തോന്നാം നമുക്ക്. അപ്പോൾ ഇനി നമ്മളിത് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ രസകരമായിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ആകുന്നതാണ്. ഇപ്പോൾ റെക്കോർഡിംഗ് ചെയ്ത വീഡിയോ നമുക്കൊന്ന് കാണാം. ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള വീഡിയോകളും മറ്റും നമുക്ക് ഗ്രീൻ മാറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ വ്യക്തമായി നമ്മുടെ റെക്കോർഡിംഗ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇറേസ് ചെയ്തുകൊണ്ട് നമ്മൾ വേറെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് പോലെയും വേറെ നമ്മുടെ നല്ല സെറ്റപ്പിൽ വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന പോലെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട്. അതാണ് നമ്മൾ ഗ്രീൻ മാറ്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. താങ്ക് യു.